ടീച്ചേഴ്സ്, ഹായ് എവരിബഡി. ആസ് യൂഷ്വൽ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് us ഡിസ്കസ് ലെസൺ 33 കൺകോർഡ്സ്. കൺകോർഡ് മീൻസ് എഗ്രിമെൻറ്റ്സ്, അതായത് എഗ്രിമെൻറ്റ്സ് ആണ് ഈ കൺകോർഡിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളെ ഇംഗ്ലീഷ് ഗ്രാമറിൽ കൺകോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് വഹിക്കുന്നത്. അതിൻ്റെ റോൾസ്, അതുപോലെ തന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എങ്ങനെയൊക്കെയാണ് കൺകോർഡിൻ്റെ യൂസേജ്, ഏതൊക്കെ സിറ്റുവേഷനാണ്, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് ഗിവ് യുവർ അറ്റൻഷൻ ഫോർ മീ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കുറച്ചൊരു കൺഫ്യൂസിങ് ആണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂസിങ് ആണ്, ബട്ട് ഇറ്റ്സ് വെരി ഈസിയസ്റ്റ് വൺ. So let us start. Concord means agreement. In grammar there are certain types of concord. For example, if the subject is singular, the verb also must be singular. If the subject is plural, the verb has to be plural. So here means that concord means agreement. കൺകോഡ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്സ് ആണ്. ഗ്രാമറിലെ എഗ്രിമെൻറ്റ്സിനെയാണ് കൺകോഡ്സ് എന്ന് വിളിക്കുന്നത്. ദർ ആർ സർട്ടൈൻ ടൈപ്പ് ഓഫ് കൺകോഡ്. അപ്പോൾ ഈ ഗ്രാമറിൽ സർട്ടൈൻ ടൈപ്സ് ഓഫ് കൺകോഡ്സ് ഉണ്ട്, ഒരുപാട് കൺകോഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, അതിന് ഒരു ഫസ്റ്റ് റൂളായിട്ടാണ് പറയുന്നത്, ഗ്രാമറിലെ ഒരു കൺകോഡാണ് പറയുന്നത്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ദ വേർബ് ആൾസോ മസ്റ്റ് ബി സിംഗുലർ. അതായത് ഒരു സബ്ജക്റ്റ്, നമ്മളെ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെർബും സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഈ വെർബും അതുപോലെ തന്നെ സബ്ജക്റ്റും തമ്മിൽ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പറയാം, വെർബ് ഓൾസോ മസ്റ്റ് ബി സിംഗുലർ. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, ദ വെർബ് ഹാസ് ടു ബി പ്ലൂറൽ. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും അവിടെ സിംഗുലർ ആയിരിക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ വെർബും അവിടെ പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഒരു 2 എക്സാമ്പിൾസ് പറയാം നമുക്ക്. ഹീ ഈസ് മൈ ഫ്രണ്ട്. അതായത് ഹീ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ സബ്ജക്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സിംഗുലറാണ്, അവിടെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി അവിടെ താഴെ നോക്കാം, ദേ ആർ മൈ ഫ്രണ്ട്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ദേ ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അവിടെ ഒരു വ്യക്തിനെയല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പേഴ്സണെ ഒരു സിംഗിൾ പേഴ്സണെ ആണെങ്കിൽ മറ്റേതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്ലൂറലും ഒന്ന് സിംഗുലറുമാണ്. ഇനി അടുത്തത്, മൈ ബ്രദർ വർക്ക്സ് ഇൻ കൊച്ചി. സോ മൈ ബ്രദേഴ്സ് വർക്ക് ഇൻ കൊച്ചി. അപ്പോൾ അതിൻ്റെ 2 മാറ്റം മനസ്സിലായി. മൈ ബ്രദർ ഈസ് സിംഗുലർ, വർക്ക്സ് ഇൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. സോ മൈ ബ്രദേഴ്സ് വർക്ക് ഇൻ, എൻ്റെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സഹോദരന്മാർ കൊച്ചി ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ വെർബും സിംഗുലർ ആയിരിക്കും, ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. അത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, സിമിലർലി എ പ്രൊനൗൺ ഹാസ് ടു അഗ്രി വിത്ത് ഇറ്റ്സ് നൗൺ ഇൻ നമ്പർ. അപ്പോൾ സിമിലർലി അതുപോലെ തന്നെ ഒരു പ്രൊനൗൺ, ഇനി നമ്മളെ പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലേ, അത് ഏതൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് തമ്മിൽ കൺകോഡ്സ് ഉണ്ട് എന്നാണ് ഇനി പറയുന്നത്. സിമിലർലി എ പ്രൊനൗൺ ഹാസ് ടു എഗ്രി വിത്ത് ഇറ്റ്സ് നൗൺ ഇൻ നമ്പർ. അപ്പോൾ ഒരു പ്രൊനൗണ് നൗണുമായിട്ട് എഗ്രി ചെയ്യുക, അല്ലെങ്കിൽ നൗണുമായിട്ടൊരു കൺകോഡ് റിലേഷൻ വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ നമ്പേഴ്സിലാണ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, ഐ അലൗഡ് ഇബ്രാഹിം ആൻഡ് ഹിസ് സിസ്റ്റർ ടു enter the library. So Rosie can't find her book. Jack and Jill not finished their work in time. So ഇതിൽ ഇബ്രാഹിം ആൻഡ് ഹിസ് സിസ്റ്റർ. സോ ഇവിടെ നമ്പറാണ് കേട്ടോടാ, അല്ലെങ്കിൽ നമ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. ഇബ്രാഹിം ആൻഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഈ ഇബ്രാഹിമും അതുപോലെ തന്നെ ഹിസ്സും തമ്മിൽ ഉള്ള
കൺകോഡാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ നമ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. അതായത് പ്രൊനൗണും നൗണും തമ്മിൽ എഗ്രി ചെയ്യുന്ന സമയത്ത് നമ്പറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ എ തേർഡ് കൺകോഡ് ഈസ് ബിറ്റ്വീൻ ദ ഡിറ്റർമിനർ ആൻഡ് ദെയർ നൗൺ. അപ്പോൾ അടുത്തൊരു കൺകോഡ് റൂൾ എന്ന് പറയുന്നത് ഡിറ്റർമിനറും നൗണും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് എക്സാമ്പിളാണ് പറയുന്നത്, a few houses collapsed during the heavy rain. Few people turned does not make a team. Few people turned up for the meeting. One man does not make a team. Even two people make a team. So ഇവിടെ few houses ഇതൊക്കെ നമ്പേഴ്സിനെ, അപ്പോൾ ഡിറ്റർമിനറും നൗണുമായിട്ടും ആ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിറ്റർമിനർ നൗൺ എ ഫ്യൂ ഹൗസസ്. സോ അവിടെ എന്താ, ആ ഹൗസസ് എന്ന് പറയുമ്പോൾ ഒറ്റ എണ്ണത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനല്ല, മറിച്ച് ഒരുപാട് എണ്ണത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത്രയാണ്, കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ വൺ. അപ്പോൾ ഡിറ്റർമിനറും അതുപോലെ തന്നെ നൗണും കൺകോർഡഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് the three important concords in English. അതായത് ഇംഗ്ലീഷിലെ 3 ഇമ്പോർട്ടൻ്റ് എഗ്രിമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺകോഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. സബ്ജക്റ്റ്, വേർബ്, നൗണ്, പ്രൊനൗണ്, ഡിറ്റർമിനർ, നൗൺ. once more I repeat it once more. Subject, verb, noun, pronoun, determiner, noun. Then let us discuss the rules of concord. There are several rules for concord. So let us discuss what are the different rules. When two or more singular subjects are connected by and, the plural form of the verb should be used. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ when two or more singular subjects are connected by and, the plural form of the verb should be used. സോ അതായത് 2 സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഇൻ്റർ കണക്റ്റ് ചെയ്യുമ്പോൾ ആൻഡ് എന്നുള്ള പ്രപ്പോസിഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ആൻഡ് വെച്ചിട്ട് അവിടെ കൺജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഇത് അവിടെ സിംഗുലർ മാറി പ്ലൂറൽ ഫോമിലായിരിക്കും വരിക എന്നാണ് പറയുന്നത്. ഈവൻ 2 സിംഗുലർ ആണെങ്കിൽ പോലും അവിടെ പ്ലൂറൽ ഫോമായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് മേരി, പ്രത്യേകം ശ്രദ്ധിക്കുക, മേരി ആൻഡ് ഹെർ ബ്രദർ ആർ ഗോയിങ് ടു കൊച്ചി. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സിംഗുലർ സബ്ജക്റ്റ് ആർ കണക്റ്റഡ് ബൈ ആൻഡ് സിംഗുലർ സബ്ജക്റ്റ് ആൻഡുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് അത് പ്ലൂറൽ ഫോമിൽ, ഇത് വെർബ് എന്ന് പറയുന്നത് വെർബ് പ്ലൂറൽ ഫോമായിരിക്കും, അല്ലെങ്കിൽ പ്ലൂറൽ ഫോമിലായിരിക്കും വെർബ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. It's may be noted that despite this rule, when each of the singular subject is considered individually, we use the singular form of the verb. This particularly so after each and every. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഈച്ച് ആൻഡ് എവറി, അതായത് ഈച്ച് ആൻഡ് എവറി എന്നുള്ള ഇതിൻ്റെ കൂടെ, വേർഡ്സിൻ്റെ കൂടെ ആണ് നമ്മളെ വേർബ്സ് വരുന്നതെങ്കിൽ അതെപ്പോഴും സിംഗുലർ ആയിരിക്കും. നേരെ മറിച്ച് ആൻഡ് ആണ് പറയുന്നതെങ്കിൽ അവിടെ പ്ലൂറലായിരിക്കും. ഫോം എന്ന് പറയുന്നത് അവിടെ വേർബ് പ്ലൂറലായിരിക്കും. നേരെ മറിച്ച് ഈച്ച് എവറി എന്നുള്ള വേർഡ്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരേ വ്യക്തിനെ തന്നെ പറയാൻ വേണ്ടിയിട്ട്, ഒരേ എക്സാമ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ വ്യക്തിനെ തന്നെ എടുത്ത് കാണിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ അതിന് എക്സാമ്പിൾ പറയുന്നത്, എവറി ബോയ് ആൻഡ് ഗേൾ goes to school in this country. Each man and woman owns a car in our town. We use the singular verb
the two singular subject are referred to the same person or things. അതായത് വി യൂസ് സിംഗുലർ വേർബ്സ്. നമ്മൾ ചില സമയങ്ങളിൽ സിംഗുലർ വേർബ്സ് ആയിരിക്കും യൂസ് ചെയ്യുക when two singular subject refers to the same person or things. അതായത് ഒരു സെയിം പേഴ്സണെ, വ്യക്തിയെ പറ്റി പറയാനോ അല്ലെങ്കിൽ സാധനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം തിങ്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ സിംഗുലർ വേർബ്സ് ആയിട്ട് യൂസ് ചെയ്യുക. മൈ ഹസ്ബൻഡ് ആൻഡ് ടീച്ചർ ഈസ് ഗോയിങ് ടു ദില്ലി. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ മൈ ഹസ്ബൻഡ് ആൻഡ് ടീച്ചർ, എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ടീച്ചറും ആയിട്ടുള്ള ആൾ ഈസ് ഗോയിങ് ടു ഡൽഹി. അപ്പോൾ ഇവിടെ ഒരേ സമയത്ത് രണ്ട് വെർബും സിംഗുലർ, ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അത് സിംഗുലറാണെന്നാണ് പറയുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ റിച്ച് മാൻസ് ഫുഡ്. അപ്പോൾ ടു നൗൺസ്, ഇതിൽ നൗൺസ് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത് നമുക്ക് സിംഗുലറായിട്ട് കണക്കാക്കാം. ഇൻ മാത്തമാറ്റിക്കൽ റെക്കണിംഗ് വി ഹാവ് എ ചോയ്സ്, വി ക്യാൻ സേ. അപ്പോൾ ഇത് എക്സെപ്ഷണൽ കേസസ് ആണ്. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ചേഞ്ച് ഉണ്ട്. കണക്കിൽ നമുക്ക് ഏകവചനമോ ബഹുവചനമോ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും റൂളും കാര്യങ്ങളൊന്നും. കണക്കിൻ്റെ കാര്യത്തിൽ ഇന്ന സിംഗുലർ ആണെന്നോ പ്ലൂറൽ ആണെന്നോ ഒരു ഇതുമില്ല. അതിന് 6 and 6 is 12, 6 and 6 6 എന്ന് പറയാം. 3 times 3 is 9, 3 times 3 are 9, അങ്ങനെയൊക്കെ പറയാം, മാറ്റി മറിച്ചൊക്കെ പറയാം. സോ കണക്കിൽ ഈ റൂൾ ബാധക അല്ല എന്നാണ് പറഞ്ഞത്. ഒരു എക്സെപ്ഷണൽ കേസാണ് മാത്സിൻ്റെ കാര്യം. സോ അടുത്തൊരു റൂൾ പറയട്ടെ. എ സിംഗുലർ ഫോം ഓഫ് ദ വെർബ് ബി യൂസ്ഡ് when two or more singular subject are connected by or, nor or but. സോ ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് സിംഗുലർ കേസസിൻ്റെ കാര്യമാണ്. സോ എ സിംഗുലർ ഫോം ഓഫ് വെർബ് ഈസ് യൂസ്ഡ് വെൻ ടു ഓർ മോർ സിംഗുലർ സബ്ജക്റ്റ് ആർ കണക്റ്റഡ്. അതായത് സിംഗുലർ ഫോം ഓഫ് വെർബ് സിംഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ വെൻ ടു മോർ സിംഗുലർ സബ്ജക്റ്റ്, രണ്ടോ അതിലധികമോ സിംഗുലർ സബ്ജക്റ്റ് കണക്ട് ചെയ്യുന്നത് ഓറോ നോറോ ബട്ടോ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അത് അവിടെ സിംഗുലർ ഫോം ആയിരിക്കും, ഏകവചനം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ മേരി ഓർ ലില്ലി ഈസ് ടു ബി ചൂസൺ as the beauty queen. Neither Ibrahim nor Musa is going away. മനസ്സിലായോ? ഇതൊക്കെ ഈവൻ വെർബ് രണ്ടോ സിംഗുലർ ഫോം ഓഫ് വെർബ് യൂസ്ഡ് വെൻ ടു ഓർ മോർ സിംഗുലർ സബ്ജക്ട്സ്, രണ്ടോ അതിലധികമോ സിംഗുലർ സബ്ജക്റ്റുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓറ് നോറ് ബട്ട് ഈ വേർഡ്സായിട്ട് ഇൻ്റർകണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് അവിടെ സിംഗുലർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ദ വെർബ് agrees in number with the nearer one when the subjects are in different number and they are connected by or, nor or but.